2020 റിലീസായ പ്ലീസ് ഡോൺ ഡേറ്റ് ഹിം എന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. രസകരമായ സ്റ്റോറിയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജീസങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ജീസങ് വേഗം തന്നെ ഒരു കൊറിയർ ഓഫീസിലേക്ക് എത്തി അവൾക്കുള്ള പാഴ്സൽ കൈപ്പറ്റുന്നു. അതിനുശേഷം പുറത്തൊരു സ്ഥലത്തിരുന്ന് അത് അവൾ ഓപ്പൺ ചെയ്യാനായി തുടങ്ങുമ്പോഴാണ് അവളുടെ സൈഡിലിരുന്ന് 2-3 ചെറുപ്പക്കാർ സംസാരിക്കുന്നത് അവളുടെ അതിൽ വീഴുന്നത്. അതിൽ ഒരാളുടെ വിവാഹമാണ് ഈ അടുത്ത് തന്നെ നടക്കാൻ പോകുന്നത്. പക്ഷെ ആ ഒരു സമയം പോലും അയാൾക്ക് ഉണ്ടായിരുന്ന പല റിലേഷൻഷിപ്സും അയാൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന അവൾക്ക് സത്യം പറഞ്ഞാൽ ആകെ പുച്ഛം തോന്നുന്നു. നമ്മൾ ഈ ഓൺലൈനിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അത് കിട്ടുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ പ്രതീക്ഷയിലൊക്കെ അല്ലേ ചെയ്യാം. ഏതാണ്ട് അതുപോലെ തന്നെയല്ലേ മനുഷ്യ ജീവിതത്തിലും പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ അത് നന്നായി പോകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അത് തുടങ്ങും. ശേഷം എന്ത് സംഭവിക്കുമെന്നത് ലക്കിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുമല്ലോ എന്നൊരു നെടുവീർപ്പോടെ ഓർക്കുന്നവൾ അവളുടെ ഇപ്പോഴത്തെ ഈ കയ്യിലുള്ള പാഴ്സൽ തുറക്കുമ്പോൾ ആ ലക്ക് തനിക്കില്ല എന്ന് തിരിച്ചറിയാണ്. കാരണം ഓൺലൈനിൽ പിക്ചർ കണ്ട് അവൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ആയിരുന്നില്ല കയ്യിൽ കിട്ടിയത്. അതിന് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചവിട്ടുകുറ്റയിൽ വലിച്ചെറിയ എന്നതല്ലാതെ ആ കിട്ടിയ സാധനം കൊണ്ട് അവൾക്ക് വേറെ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഫ്രസ്ട്രേഷൻ അവൾ തീർക്കുന്നത് അവിടെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിലും എനിക്ക് ഇന്ന ആളുകളുമായി ബന്ധമുണ്ടെന്ന് വീമ്പിളക്കിക്കൊണ്ടിരുന്ന ആ പയ്യനെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ്. ഡീറ്റെയിൽഡായി അവനെ പറ്റി വിശദീകരിക്കുന്ന അവൾ ഇവനെ കെട്ടാൻ പോകുന്ന ഹതഭാഗ്യായ പെൺകുട്ടി ഈ പോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഭാഗ്യക്കേടിന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി രക്ഷപ്പെടാൻ നോക്കുന്നതും കൂടി ഒരു ഫ്രീ ഉപദേശം അതിലൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അവൾ ഇടുന്ന ആ പോസ്റ്റ് അങ്ങ് വൈറൽ ആവുന്നുണ്ട്. അതോടുകൂടി അവനെ വിവാഹം ചെയ്യാനിരുന്ന പെൺകുട്ടിയുടെ കയ്യിലും അതെത്തുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന പയ്യൻ തന്നെ കെട്ടാൻ പോകുന്നവനാണെന്നും അതില് രക്ഷപ്പെടാനായി ഉപദേശം കിട്ടിയിരിക്കുന്ന പെൺകുട്ടി താനാണെന്നും മനസ്സിലാക്കുന്ന അവൾ അതോടുകൂടി അവനുമായി ബ്രേക്കപ്പ് ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മൾ ജീസങ്ങിന്റെ ഓഫീസ് കാണുമ്പോൾ അവൾ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ പ്രോഗ്രാമറായി വർക്ക് ചെയ്യുന്നു. ഇപ്പൊ അവളും അവളുടെ ടീമും ഒരു ഫ്രിഡ്ജ് നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ്. വെറും ഒരു ഫ്രിഡ്ജ് അല്ല, AI ഫ്രിഡ്ജ്. AI ക്യാമറ എന്ന് കേട്ടിട്ടില്ല, അതേപോലെ AI ഫ്രിഡ്ജ്. അത് വെച്ച് ഒരാൾ ഏത് ടൈപ്പ് ഫുഡ് കഴിക്കുന്നതായിരിക്കും അയാളുടെ അപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനും മൂഡിനും ഒക്കെ നല്ലതെന്ന് ആ ഫ്രിഡ്ജിന് അയാൾക്ക് സജഷൻ കൊടുക്കാനായി സാധിക്കും. അവൾ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്റെ കൊളീഗ്സിന്റെ മുന്നിൽ അതൊന്ന് പ്രസന്റ് ചെയ്യാനായി നോക്കുമ്പോൾ ഫ്രിഡ്ജ് പച്ചവെള്ളം കുടിച്ചാൽ മതി എന്നായിരുന്നു അവൾക്ക് കൊടുക്കുന്ന മറുപടി. അത് കേട്ട് അവളുടെ കൊളീഗ്സ് എല്ലാം ചിരിക്കുമ്പോൾ അവൾക്ക് ആകെപ്പാടെ ഒരു ചമ്മല് തോന്നുന്നുണ്ട്. എന്തായാലും പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടില്ലല്ലോ, അതിന്റെ പരീക്ഷണം നടക്കല്ലേ, എത്ര പെട്ടെന്ന് ഞാനിത് ശരിയാക്കുമെന്ന് അവൾ അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജീസങ് അവൾ വിവാഹം ചെയ്യാനായി പോകുന്ന ഹാനുമായി സംസാരിക്കുന്നതാണ്. ഹാൻ ഒരു ഡെന്റിസ്റ്റ് ആണ്. അവരവരുടെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ ഒരുക്കങ്ങളെ പറ്റിയൊക്കെ. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ഈ സമയം നമ്മുടെ കഥാനായകനായ ജംഗുക്ക് എന്ന പേര് കേൾക്കുമ്പോൾ BTSലെ ജംഗുക്കിനെ ഓർമ്മ വന്നാലും തൽക്കാലത്തേക്ക് നമ്മുടെ ഈ കഥാനായകനായ ജംഗുക്കിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. പുള്ളിക്കാരൻ ഒരു ഐഡൽ ഒന്നും അല്ല, മറിച്ച് ഒരു ഫയർ ഫൈറ്റർ ആണ്. അതായത് നമ്മുടെ ഫയർ ഫോഴ്സിലാണ് പുള്ളിക്ക് ജോലി. അങ്ങനെ പാട്ടും കേട്ട് തന്റെ സൈക്കിളിൽ വരുന്ന ജംഗു അവിടെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് കാണുന്നു. അവന്റെ ഉള്ളിലെ ഫയർ ഫൈറ്റർ ഉടനെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. വേഗം തന്നെ അറിയാവുന്ന ടെക്നിക്കുകൾ കൊണ്ട് ആ വണ്ടിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട ആളെ റെസ്ക്യൂ ചെയ്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ഇതേ സമയം ആ ഒരു ഫ്രിഡ്ജ് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ജീസങ് ഉണ്ടായിരുന്നത്. അവൾ അത് എത്ര നോക്കിയിട്ടും പറ്റാതെ കലിപ്പ് വരുന്ന അവൾ അതിനിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കുന്നു. വെറും തട്ടല്ല, കാലും കൊണ്ട് തൊഴി എന്ന് പറയാം. എന്തായാലും ആ സമയത്ത് അത് മാൽഫങ്ഷനായി തീ പിടിക്കാനായി തുടങ്ങുകയാണ്. അവൾ പെട്ടെന്ന് പേടിച്ച് ഫയർഫോഴ്സിന് കോൾ ചെയ്യുന്നു. അപ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ അവർ വരുമ്പോ. സ്വയം തീ അണയ്ക്കാമെന്ന് കരുതി ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അവളെ തീ അണയ്ക്കാനായി നോക്കുന്ന സമയത്ത് ആകെപ്പാടെ അബദ്ധത്തിലാണ് അത് കലാശിക്കുന്നത്. ഈ സമയം അവിടേക്ക് എത്തുന്ന ഒരു ലേഡി വേഗം തന്നെ ആ ഒരു തീ അണയ്ക്കുന്നു. അവളാണെങ്കിൽ ആകെ വണ്ടടിച്ചു പോവാണ്. കാരണം ആരാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ എന്ന് അവൾക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ ഈ ഒരു സ്ഥാപനത്തിൽ കാണാം. ഒരു പക്ഷേ ഇവര് സിഇഒയുടെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് പോലും ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് സത്യാവസ്ഥ. ഇവരിനി സിഇഒയോട് പറഞ്ഞു കൊടുത്ത് തന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ കുളമാകുമോ എന്ന് പോലും അവൾ ആ സമയത്ത് പേടിച്ച് നിൽക്കുമ്പോഴാണ് ഫയർഫോഴ്സിലെ മുന്നേ ഇവിടുത്തെ കാര്യം വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് ജംഗുക്കിന്റെ വരവ്. അവൻ വരുമ്പോ തീയൊക്കെ അണച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ ഈ കോലം കാണുന്ന അവന് അവൾ തീ അണയ്ക്കാൻ നോക്കി പണി പാളിയതാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് എങ്ങനെയാണ് തീ അണയ്ക്കേണ്ടത്, ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രോപ്പറായി എങ്ങനെ ഉപയോഗിക്കണം എന്നതൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അവനത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവൾ മുന്നേ ആ ഒരു പൗഡറിൽ കുളിച്ച പോലെ തന്നെ അവനെയും കുളിപ്പിക്കുന്നുണ്ട്. അവൻ അങ്ങനെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവളെ കാണാനായി ഹാൻ എത്തുന്നു. അവൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഹാനിനെ പറഞ്ഞു വിട്ട്
വിട്ട ശേഷം വീണ്ടും കുറേ നേരം പണിപ്പെട്ടിരുന്ന് തന്നെ ആ ഒരു ഫ്രിഡ്ജ് റെഡിയാക്കി എടുക്കുന്നു. അവളുടെ ബോസിന്റെ പേര് പറഞ്ഞ് ബോസിന് പറ്റിയ മെനു സജസ്റ്റ് ചെയ്യാനായി ഫ്രിഡ്ജിനോട് ആവശ്യപ്പെടുമ്പോൾ അത് മെനു കറക്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഡീറ്റെയിൽസ്, അവരുടെ ഫുഡ് പ്രിഫറൻസ്, ഒപ്പം തന്നെ അവരുടെ കാശ് ഒക്കെ നോക്കിയാണ് മെനു തയ്യാറാക്കുന്നത്. കറക്റ്റായി ഫ്രിഡ്ജ് ഇപ്പൊ തയ്യാറാക്കിയപ്പോ അങ്ങനെ ഫ്രിഡ്ജ് ഒടുക്കം താൻ റെഡിയാക്കി എടുത്തല്ലോ എന്ന സന്തോഷത്തിൽ അവൾ ആവുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ ഈ ഫ്രിഡ്ജ് ആ ബോസിനെ പറ്റി അവള് ചോദിക്കാത്ത ചില കാര്യങ്ങൾ പറയും പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ബാങ്ക് ഡീറ്റെയിൽസും പുള്ളിയുടെ റിയൽ ടൈം ലൊക്കേഷനും ഒക്കെയാണ്. അതിൽ ഇവരോട് ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ പുള്ളി ആരുടെയോ കൂടെ ഒരു ഹോട്ടൽ റൂമിലാണുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായി വീണ്ടും പലരുടെയും കാര്യങ്ങൾ ഫ്രിഡ്ജിനോട് ചോദിച്ച് ചെക്ക് ചെയ്യുന്നു. അടുത്ത ദിവസം ബോസ് എത്തുമ്പോൾ ബോസിനോട് ഇന്നലെ ഫ്യൂണറലിന് പോവാണെന്നും പറഞ്ഞിട്ട് എവിടെയാ പോയെന്നൊക്കെ തിരക്കുന്ന അവൾക്ക് ഫ്രിഡ്ജ് പറഞ്ഞ ഡീറ്റെയിൽസ് കറക്റ്റ് ആണ് എന്നത് കൺഫേം ആവുന്ന സമയം അവൾ അവളുടെ ഒരു ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി ഈ ഫ്രിഡ്ജ് മുഖാന്തരം ഒന്ന് അന്വേഷിക്കുന്നു. ആ സമയത്ത് അയാൾ മൾട്ടിപ്പിൾ അഫയേഴ്സ് കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തൊരുത്തനാണെന്നും മനസ്സിലാവുന്നവൾ വേഗം തന്നെ അത് ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് പോയി ചെക്ക് ചെയ്ത് തന്റെ ബോയ് ഫ്രണ്ട് ഒരു തേപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു റിലേഷനിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ അവൾ ഫുഡിന്റെ മെനു ഓട്ടോമാറ്റിക്കായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫ്രിഡ്ജാണ് കണ്ടുപിടിക്കാനായി നോക്കിയതെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോൾ തന്നെ അയാൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പോലും കണ്ടുപിടിച്ചെടുക്കുന്ന ഒരു ഫ്രിഡ്ജാണ് അവൾ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അത് ഒരു രീതി നോക്കിയാൽ ഉപകാരപ്പെടുമെങ്കിലും ഇങ്ങനെ ഇത് സംഭവിച്ചെന്നത് അവളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്താണ് അവൾ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. അവൾ ജസ്റ്റ് ഹാനിന്റെ പേര് ആ ഫ്രിഡ്ജിനോട് പറയുന്ന സമയത്ത് ഹാനിനെ പറ്റി പല ഡീറ്റെയിൽസ് ഫ്രിഡ്ജ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിൽ തന്നെ ഹാൻ ബോയ്സ് മാത്രമല്ല അവന്റെ ചില ചാറ്റ് ഗ്രൂപ്പുകളിൽ ഇവളുടെ പല ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നത് അവൾ കണ്ടെത്തുന്നു. അവൻ ഇവളുടെ വീട്ടിൽ പലയിടങ്ങളിലും ക്യാമറ വെച്ചിട്ടുള്ളത് ഇവൾക്ക് തന്നെ അറിയാം. ഇവളുടെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് അവൻ അത് വെച്ചതെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോഴല്ലേ സത്യം മനസ്സിലാവുന്നത്. ഉടനെ കാലി വരുന്ന അവൾ അവനെ വീട്ടിലേക്ക് നൈസായിട്ട് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് കുളിക്കാനായി പറഞ്ഞു വിട്ട് ഇവളുടെ പിക്ചേഴ്സ് അവൻ എടുത്ത പോലെ അവന്റെ പിക്ചേഴ്സും അവളെ എടുത്ത് ഇനി എന്റെ ഫോട്ടോസ് എങ്ങാനും നീ ലീക്ക് ആക്കിയാൽ ഇത് ഞാൻ പബ്ലിഷ് ആക്കുമെന്നും പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നു. കൂടാതെ ഇവിടുത്തെ ക്യാമറ അവൻ ആക്സസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണും തല്ലി പൊട്ടിച്ചാണ് വിടുന്നത്. അങ്ങനെ ആ ഒരു ടെൻഷൻ മാറ്റാനായി ഫുഡ് അടിക്കാനായി അവൾ ഒരു ഷോപ്പിലേക്ക് പോകുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ച് പേ ചെയ്യാനായി നോക്കുമ്പോഴാണ് കാർഡ് ആ ഒരു ഷോപ്പിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാവുന്നത്. ക്യാഷ് ആയിട്ട് കൊടുക്കാനായി ആവശ്യത്തിനുള്ള ക്യാഷ് അവളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ എത്തിയ മറ്റൊരു കസ്റ്റമറിനോട് അവൾ സഹായം ചോദിക്കുന്നു. അതായത് പുള്ളിക്കാരൻ അവൾക്ക് വേണ്ടി പേ ചെയ്താൽ അവൾ ഓൺലൈനായി ക്യാഷ് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. ഈ സമയത്ത് ആ കസ്റ്റമർ മറ്റാരും അല്ല ജംഗുക്കാണ്. അവൻ ഉടനെ അവളെ സഹായിക്കുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും പിന്നീട് അടുത്ത ദിവസം ഹാൻ ജീസിങ്ങിനെ നേരിട്ട് വന്ന് കണ്ട് മാപ്പ് പറയുമ്പോൾ അവൾ ഒരിക്കലും അവനെ ഇനി വിശ്വസിച്ച് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല എന്നത് തീർത്തു പറയുന്നു. പറഞ്ഞിരുന്നില്ലേ ഹാനിന്റെയും ജീസങ്ങിന്റെയും വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഇവരുടെ കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ എൻഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് രണ്ടുപേരുടെയും അമ്മമാരെ വിളിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ഹാനിന് അമ്മ വന്ന് സംസാരിച്ച് എങ്ങനെയും ഇത് വീണ്ടും പഴയ രീതിയിലേക്ക് ആവണം എന്നതും ജീസങ്ങിനെ ഇതങ്ങ് ക്ലോസ് ചെയ്യണം എന്നതുമാണ്. അങ്ങനെ നല്ല രീതിയിൽ പോവാത്ത ഈ ഒരു സമയത്ത് അമ്മമാരും കൂടി ഇതിൽ ഇടപെട്ട് ഭയങ്കരമായ രീതിയിലെ പ്രശ്നം വഷളായി. അങ്ങനെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ മൂലം ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി അന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി റോഡിൽ കുഴഞ്ഞിരിക്കുന്ന അവളെ ജംഗുക്ക് കാണുന്നു. അവൻ അവളെ സഹായിക്കാൻ നോക്കുമ്പോൾ അതത്ര എളുപ്പമായിരുന്നില്ല. എന്തായാലും അതിനിടയിൽ ഇവരുടെ ഫോൺസ് മാറിപ്പോകുന്നുണ്ട്. അടുത്ത ദിവസം അവളുടെ അപ്പാർട്ട്മെന്റിൽ പിന്നീട് ഉറക്കം എണ്ണിക്കുന്ന അവൾക്ക് ജംഗുക്കിന് ഇന്നലെ കണ്ടതൊന്നും ഓർമ്മയില്ല. പക്ഷെ ഫോൺ എടുക്കുമ്പോൾ ഇത് അവളുടെ ഫോണല്ല മറ്റാരുടെയോ ഫോണായി മാറിപ്പോയി എന്നതും മനസ്സിലാവുന്നു. എന്തായാലും അന്നും അവൾ അവനെ കാണുന്നുണ്ട്. പക്ഷെ ഫോണിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. മറിച്ച് അവനൊരു പൂച്ചയുമായി വരുന്നത് കണ്ട് ഇവൾക്ക് ആനിമൽസ് അലർജി ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവൾ തുമ്മുകയും അവൻ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന പൂച്ചക്കുട്ടി അവന്റെ കയ്യിൽ നിന്ന് ചാടി പോകുമ്പോൾ അവൻ ഇവളോട് പിന്നെ ഫോണിന്റെ കാര്യമൊന്നും സംസാരിക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് ആ പൂച്ചയുടെ പുറകിനെ പോവുകയും ചെയ്യുന്നു. അവൾ അങ്ങനെ ഓഫീസിലേക്ക് റെഡിയായി പോകുമ്പോൾ അവളുടെ മാരേജിനെ പറ്റിയും ഹണിമൂൺ പോകുന്നതിനെ പറ്റി ഇവള് വാദൂരാതെ മുന്നേ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൊളീഗ്സ് ചോദിക്കുമ്പോൾ അവൾ കലിപ്പില് ഞാൻ ഒരു ഹണിമൂണിനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്കായിരുന്നു. എന്റെ മാരേജ് കോൾ ഓഫ് ചെയ്തു എന്നൊന്നും അവള് പറയുന്നില്ല. ഹണിമൂണിന് പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ കേൾക്കുന്നവര് മറ്റു പലതും മനസ്സിൽ മെനയുന്നുണ്ട്. ഇവളിനി ബോയ് ഫ്രണ്ടിൽ നിന്ന് കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയതുകൊണ്ടാണോ ഹണിമൂൺ എന്നത് ക്യാൻസൽ ചെയ്തത് എന്ന രീതിയിലാണ് അവർക്കിടയിൽ ഒരു ടോക്ക് വരുന്നത്. അവളാണെങ്കിൽ അതൊന്നും കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ തൽക്കാലം പോകുന്നില്ല. പുള്ളിക്കാരി ബിസിയാണ്. കാരണം അവൾക്ക് അവളുടെ ഫോൺ തിരിച്ചു വാങ്ങണ്ടേ. അതിനായിട്ട് അവൾ അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്റെ ഫോണാണ്, നിങ്ങളുടെ ഫോൺ എന്റെ കയ്യിലുണ്ട്, നമുക്ക് ഇന്ന സ്ഥലത്ത് കണ്ടുമുട്ടി കൈമാറാമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്ന ഒരു മൊമെന്റിലാണ് ജംഗൂക്കിന്റെ കയ്യിലായിരുന്നു തന്റെ ഫോൺ എന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അങ്ങനെ ഫോണുകൾ ഇവർ കൈമാറിയ ശേഷം ജീസങ്ങിന്റെ ഫോൺ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ നിരവധി തവണ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കോള് വന്നിരുന്നെന്നും ഇടയ്ക്ക് എപ്പോഴും താൻ അത് അറ്റൻഡ് ചെയ്ത് കാര്യം പറഞ്ഞിരുന്നു എന്നും ജംഗൂക്ക് പറയുമ്പോൾ അതെന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലാന്ന് അവൾ ക്ലാരിഫൈ ചെയ്യുന്നു. കൂടാതെ അവളപ്പോൾ ഓഫീസിലേക്ക് തിരിച്ചു പോകേണ്ട സമയത്തിനേക്കാളും കുറച്ച് ലേറ്റ്
ലേറ്റ് ആയത് കൊണ്ട് അവൾ ടെൻഷൻ ആവുന്നത് കാണുന്ന അവന്റെ സൈക്കിളിൽ അവൾക്കൊരു റൈഡും ഓഫർ ചെയ്യുന്നു. അങ്ങനെ അവൾ ഓഫീസിൽ എത്തുമ്പോഴേക്കും അവിടെ അവൾക്കൊരു സർപ്രൈസ് കുഞ്ഞൊരു പാർട്ടി അവളുടെ കൊളീഗ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവൾ പ്രഗ്നന്റ് ആണ് എന്ന ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. അവൾ അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഞാൻ ഹാനുമായി ബ്രേക്കപ്പ് ആയെന്ന് പറയുമ്പോ അപ്പോ ഇവൾ വേറെ ഏതോ ആളുമായി റിലേഷനിലായതുകൊണ്ടാണ് ഇവളിപ്പോ പ്രഗ്നന്റ് ആയത്, അതുകൊണ്ട് ഹാൻ ഇതറിഞ്ഞ് ഇവളെ ഇട്ടിട്ട് പോയെന്ന രീതിയിലാണ് ആളുകൾ അപ്പോ ഗോസിപ്പ് അടിക്കുന്നത്. അവരോട് അത് ക്ലാരിഫൈ ചെയ്യാൻ പോയാൽ എന്തുകൊണ്ട് താനും ഹാനും ബ്രേക്കപ്പ് ആയി എന്നത് അവരോട് പറയേണ്ടി വരുമെന്നും തന്റെ ഫോട്ടോസും വീഡിയോസും ഹാൻ ലീക്ക് ആക്കി എന്നത് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ നാണക്കേട് മൂലം അവൾ കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു കലിപ്പിൽ അവൾ ഹാൻ തനിക്ക് തന്നിട്ടുള്ള സർവ്വ സമ്മാനങ്ങളും അവന് തിരിച്ചു കൊടുക്കാനായി പോകുന്നുണ്ട്. മടങ്ങി വരുന്ന വഴി അവൾ ജങ്കുക്കിനെ കാണുകയും അവനുമായി കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്യുന്നു. എന്തായാലും അടുത്ത ദിവസം രസകരമായ ഒരു സംഭവം നടക്കുന്നു. ഇവരുടെ കമ്പനി ഇന്നോവേറ്റ് ചെയ്ത ഇതുപോലെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജും ചെറിയ വാക്യൂം ക്ലീനറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഇൻവെസ്റ്ററിന്റെ മുന്നിലെ പ്രസന്റേഷൻ നടക്കാൻ പോവാണ്. ഈ സമയത്ത് ഒരു സ്റ്റാഫ് എത്തി വാക്യൂം ക്ലീനറിന്റെ പ്രസന്റേഷൻ ആരംഭിക്കുന്ന സമയം അതിനു വേണ്ട കമാൻഡ് കൊടുക്കാനായി അവിടെ ജി സംഗ് ഇരിപ്പുണ്ട്. അവൾ അവളുടെ വോയിസിൽ കമാൻഡ് കൊടുക്കുമ്പോൾ ആ വോയിസ് കേട്ട് ഈ വാക്യൂം ക്ലീനർ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം ആ ഫ്രിഡ്ജ് അവിടെ കുറച്ച് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിൽ ആ ഒരു സ്റ്റാഫിന്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുണ്ട്. ഒരു സ്റ്റാഫ് നൈസ് ആയിട്ട് അവരുടെ കൊളീഗ്സിനിട്ട് തന്നെ പാര കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ അതിൽ വരുമ്പോ അങ്ങനെ ഒരു പ്രസന്റേഷൻ ചളകുളമാവുന്നു. ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ നാണം കിട്ടുന്ന സ്റ്റാഫ് ഫ്രിഡ്ജ് വഴിയാണ് ഈ കാര്യം ലീക്കായത് എന്നത് അറിയാതെ ആ ഒരു വാക്യൂം ക്ലീനർ തല്ലി പൊട്ടിച്ച് കളയുമ്പോ ഇതൊക്കെ കണ്ട് ചിരിക്കാനേ, അതും മനസ്സിൽ ചിരിക്കാനേ ജി സംഗിന് കഴിഞ്ഞുള്ളൂ. കാരണം ഇവൾ പ്രഗ്നന്റ് ആണെന്ന രീതിയിൽ ഗോസിപ്പ് കമ്പനിയിൽ പ്രധാനമായി പറഞ്ഞു പരത്തിയത് തന്നെ ഈ സ്റ്റാഫ് ആണെന്ന് അവൾക്കിപ്പോ മനസ്സിലായി. എന്തായാലും അന്ന് അവള് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ബാത്റൂമിന്റെ കുഞ്ഞു ജനാല വഴി അകത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്ന ഹാനിനെ കാണുന്നത്. ഹാൻ ആണെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ ആകെ പെട്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ തന്നോട് പുറത്തു തരില്ല എന്ന് പറയുന്ന അവള് റെസ്ക്യൂ ചെയ്യാനായി ഫയർഫോഴ്സിലേക്ക് വിളിക്കുന്നു. നമ്മളായാലും തലയിൽ ഇപ്പൊ കുടം കുടുങ്ങി വിരലില് മോതിരം കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ ഫയർഫോഴ്സിനൊക്കെ വിളിച്ച ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടില്ലേ. അങ്ങനെ ഇവിടേക്ക് എത്തുന്ന ഫയർഫോഴ്സ് ടീമില് നമ്മുടെ ജങ്കുക്ക് ഉണ്ടായിരുന്നു. അവനും സഹപ്രവർത്തകരും കൂടി ചേർന്ന് ഹാനിനെ ആ ജനാലയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ടെങ്കിലും മേലാൽ ജീസങ്ങിനോട് സംസാരിക്കാൻ ചെന്ന് പോരുതെന്ന് താക്കീത് കൊടുക്കുന്നു. ചെന്ന് ആ വിവരം അറിയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചോടിക്കാണ്. കാരണം ജങ്കുക്കിന് അറിയാം ഹാൻ എന്ത് ദ്രോഹമാണ് അവളോട് ചെയ്തതെന്ന്. കാരണം ഇവർ പലതവണ ഇപ്പൊ കണ്ടുമുട്ടി ഓരോന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ജീസങ്ങിനോട് അടുത്ത ദിവസം എത്തി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ജങ്കുക്ക് പോകുന്നത്. അടുത്ത ദിവസമാകട്ടെ തന്റെ അമ്മയെ ഒരു പയ്യൻ പ്രൊപ്പോസ് ചെയ്യുന്നത് കണ്ട് ജീസങ് ഞെട്ടാണ്. അവൾ അമ്മയോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർത്താണ് സംസാരിക്കുന്നത്. കാരണം ആ പയ്യൻ അമ്മയെക്കാൾ വളരെ യങ്ങാണ്. ഒരു പക്ഷെ കാശോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമോ ഒക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ അയാളെ പ്രേരിപ്പിച്ചതെന്ന് അവൾ തർക്കിക്കുമ്പോൾ ഒരിക്കലും അല്ല, അവൻ എന്നെ ജെന്യുവനായി ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്ന് അമ്മ ഒരൊറ്റ പറച്ചിലായിരുന്നു. എന്തായാലും അവൾക്ക് അമ്മ പറയുന്ന പോലെ അയാളിൽ അത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി അന്വേഷിക്കാനായി അവളുടെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു. എന്തല്ലേ വന്ന് ഫ്രിഡ്ജ് വരെ CID പണി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഫ്രിഡ്ജ് വഴി നോക്കുമ്പോൾ ആള് നല്ല സമ്പന്നനാണ്, അതുകൊണ്ട് കാശ് മോഹിച്ചൊന്നും അല്ല. കൂടാതെ വേറെ വല്ല ചുറ്റിക്കളി ഉള്ളതായും കാണുന്നില്ല. അവൾ അങ്ങനെ ആ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ കാണാനായി ജങ്കുക്ക് എത്തുന്നു. അവൻ ആ ഒരു ജനാല റെഡിയാക്കാനായിട്ടാണ് വന്നത്. അവൻ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു അട്രാക്ഷന്റെ പുറത്ത് അവൾ അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ ഫോട്ടോ എടുത്തത് ഇഷ്ടപ്പെടാതെ അവൻ അത് ഡിലീറ്റ് അടിക്കാനായി ആവശ്യപ്പെടുന്നു. കാരണം അവന്റെ ഫോട്ടോയുടെ പേരിലൊക്കെ ബുള്ളി ചെയ്ത ഫോട്ടോയുടെ പേരിലൊക്കെ ഒരുപാട് കളിയാക്കിയ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവന്റെ ഈ ദേഷ്യം കണ്ട് അവൾ പെട്ടെന്ന് സോറി പറഞ്ഞ ആ ഫോട്ടോയും ഡിലീറ്റ് ആക്കുന്നു. അങ്ങനെ പിന്നീട് അമ്മയോട് ജീസങ് സംസാരിക്കുമ്പോൾ അമ്മ അവള് പറഞ്ഞതുപോലെ ഇയാളുടെ ദുരുദ്ദേശം വല്ലതും ആണോ എന്ന പേടിയിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ വേണ്ട അമ്മ, അത് നല്ല ആളാ, ഞാനൊരു ജോൾസനെ ചെന്ന് കണ്ടപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി. കൂടാതെ അമ്മയുടെ പരിചയത്തിലുള്ള ആളുകളോടും ജീസങ് പറഞ്ഞ ജോൾസിനെ പറ്റി പറയുന്നു. ആക്ച്വലി അങ്ങനെ ഒരു ജോൾസൺ ഇല്ലല്ലോ, പക്ഷെ അവരൊക്കെ അവർ ഡേറ്റ് ചെയ്യുന്ന ആള് ജെന്യുവൻ ആണോ എന്നറിയാനായി പിന്നീട് അവളെ ഫോൺ വിളിച്ച് ഒന്നാ ജോൾസിനോട് തിരക്കി പറയോ എന്ന് പറഞ്ഞു ഒരേ ശല്യമായിരുന്നു. എന്തെങ്കിലും അങ്ങനെ പിന്നീട് ഇവരുടെ കമ്പനി ഒരു ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ടീമുമായി ചേർന്ന് വർക്ക് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് വരുന്നു. ആക്ച്വലി അവരുടെ ചില ടെക്നിക്സ് ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ജോലിയായിരുന്നു. അത് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാനായി പോകുന്നത് ജീസങ് ആണ്. അവൾ അങ്ങനെ അവിടെ വെച്ച് ജങ്കുക്കിനെ കണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിയുന്നുണ്ടെങ്കിലും അവളുടെ കൊളീഗിന്റെ കൈ തട്ടി അറിയാതെ ചില ഫൂട്ടേജ് ഒക്കെ ഡിലീറ്റ് ആവുന്നു. അവൾ ജങ്കുക്കിനെ പരിചയമുള്ളത് കൊണ്ട് അവനോട് കാര്യം പറഞ്ഞു ഒന്നുകൂടെ അത് റീഷൂട്ട് ചെയ്യാനായി സഹായം ചോദിക്കുന്നു. അങ്ങനെ റീഷൂട്ട് ചെയ്യാനായി അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള സമയം ജങ്കുക്കിന്റെ കൊളീഗ് ഇവർ ഇവിടെ ഉണ്ട് എന്നത് അറിയാതെ ഡോർ ലോക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ കുറെ നേരം ആരെയും കോൺടാക്ട് ചെയ്യാൻ സാധിക്കാതെ പുറത്തിറങ്ങാൻ കഴിയാതെ അവർ അവിടെ പെട്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ രക്ഷപ്പെടാൻ നോക്കി രണ്ടുപേരും മറിഞ്ഞു വീഴുകയും അവർ ഇടയ്ക്കെപ്പോഴോ ഒന്ന് ക്ലോസ്
ആവാനായി ഒരു ടെൻഡൻസി അവരുടെ ഇടയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും അങ്ങനെ കിസ് അടിക്കോ മറ്റോ ചെയ്യും മുന്നേ ജങ്കുക്കിന് കൊളുകെത്തി ഡോറ് തുറക്കുന്നു. അപ്പോഴേക്കും ജീസങ്ങിന്റെ ഫ്രിഡ്ജിൽ ഒരു സംഭവം നടക്കുന്നു. അതിലൊരു പ്രത്യേക ചിപ്പ് ഉണ്ട്. ആ ഒരു ചിപ്പ് റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ടാണ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ ചാരവനിതയായിട്ടുള്ള ആ ലേഡി ഈ ഒരു കമ്പനിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു പ്രത്യേക ചിപ്പ് രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഒരുപക്ഷെ ഭീഷണി അയക്കാം. കാരണം ഏത് ഡേറ്റയും അതിന് ചോർത്താൻ സാധിക്കും എന്നത് അറിഞ്ഞുകൊണ്ട് അത് റിട്രീവ് ചെയ്യാനായി ഇവിടെ വന്നതായിരുന്നു അവർ. ഇതിപ്പോ കൈകാര്യം ചെയ്യുന്നത് ജീസങ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവൾ ഇനി അയൽ രാജ്യത്തിന്റെ ചാരവനിതയാണോ, അതുകൊണ്ടാണോ അവൾ ഇത്തരം ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്തെന്ന രീതിയിലൊക്കെ അവർ സംശയിക്കുന്നുണ്ട്. ആക്ച്വലി അവൾ അങ്ങനെ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല, അതിങ്ങനെ ആയി പോയതാണെങ്കിലും ഇവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അതിന്റെ ഇടയിൽ ദിവസങ്ങൾ മുന്നോട്ട് പോകി. ഇതൊന്നും അറിയാതെ ജീസങ് ജങ്കൂക്കിനെ കാണുമ്പോഴെല്ലാം അവനോട് വല്ലാതെ ഒരു അട്രാക്ഷൻ അവൾക്ക് തോന്നുകയും അവൻ വേറെ ഏതെങ്കിലും പെൺകുട്ടികളോട് മിണ്ടുന്നത് കണ്ടാൽ ഇവൾ വളരെ പോസസീവ് ആവുകയും ചെയ്യുന്നു. അതേ കണക്ക് തന്നെ അവളോടും തിരിച്ചൊരു അട്രാക്ഷൻ ജങ്കൂക്കിനും തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ രണ്ടുപേരും പലതവണ ഇപ്പോ കാണുന്നതിന്റെ ഭാഗമായി ജങ്കൂക്ക് അവളെ ഡേറ്റിനും ക്ഷണിക്കുന്നു. അവൾ അത് കേട്ട് വളരെ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും ഇവരിവിടെ ഒന്നിച്ചു കാണുന്ന ഹാൻ അവളെ ഒറ്റയ്ക്ക് കാണണമെന്ന് ഫോണിൽ മെസ്സേജ് അയച്ചതിനെ തുടർന്ന് ജീസങ് ഹാനിനെ കാണാനായി പോകുമ്പോൾ നിനക്ക് അയാളുമായി റിലേഷൻ ഉള്ളതുകൊണ്ട് നീ ചുമ്മാ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നതല്ലേന്നൊക്കെ പറഞ്ഞു ഒരു വഴക്ക് അവിടെ ഇടാൻ നോക്കുകയാണ് ഹാൻ. കൂടാതെ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ ഇട്ടിട്ട് പോവില്ല എന്നും ഞാൻ നിന്നെ ചുറ്റിപ്പറ്റി തന്നെ കാണുമെന്നും ഹാൻ അവളെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും പിന്നീട് ഓഫീസിലേക്ക് എത്തുന്ന അവൾക്ക് തന്റെ ഫ്രിഡ്ജ് ആരോ ആക്സസ് ചെയ്തു എന്നത് മനസ്സിലാവുന്നു. കാരണം അത് അവൾ ഓഫ് ചെയ്ത് വെച്ചത് പോയതാണ്, പക്ഷെ ഇപ്പൊ അത് ഓൺ ആയിട്ടുണ്ട്. കൂടാതെ ഫ്രിഡ്ജിനെ പറ്റിയുള്ള രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ ഒരു കുറിപ്പും അവളുടെ ടേബിളിൽ ആരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണ് എഴുതിയതെന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഇടയിൽ അവൾ ജങ്കുക്കിനെ പറ്റി ഫ്രിഡ്ജ് വഴി സെർച്ച് ചെയ്യാൻ നോക്കിയിട്ട് ഒരു ഡീറ്റെയിലും കിട്ടുന്നില്ല. അതെന്താ ബാക്കിയുള്ള എല്ലാവരെയും പറ്റി കിട്ടിയിട്ടും ഇവനെ പറ്റി കിട്ടാത്തത് എന്നൊരു ഡൗട്ട് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. കൂടാതെ അവനെ ഒരു ഫോട്ടോഷൂട്ടിന് സഹായിക്കാനായി പരിചയമുള്ള ഇവൾ പോകുന്ന സമയത്ത് മറ്റൊരു ഫയർഫോഴ്സ് ജീവനക്കാരൻ അവനോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവൻ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയതാണെന്ന രീതിയിലും അവൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ എന്താണതെന്ന് അവനോട് ചോദിച്ച് അവനെ അൺകംഫർട്ടബിൾ ആക്കാനായി തയ്യാറല്ലാതെ അവൾ അവളുടെ സംശയങ്ങളൊക്കെ ഉള്ളിൽ തന്നെ വെക്കുന്നു. എന്തായാലും അങ്ങനെ പതിയെ പതിയെ അവർ അടുക്കാനായി തുടങ്ങുന്നുണ്ട്. അവർ ഡേറ്റ് ചെയ്യുന്നു. അത് പിന്നീട് ഒരു സീരിയസ് ആയ റിലേഷൻഷിപ്പിലേക്ക് പോയി കാര്യങ്ങൾ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിലും അവൾ തന്റെ ഫ്രണ്ട്സിന്റെ ബോയ് ഫ്രണ്ടിന്മാരെ പറ്റിയും ഒക്കെ അന്വേഷിക്കാനായി ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് കാണുന്ന മറ്റു ലേഡി ഒടുക്കം അവളുടെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കുകയാണ്. ഫ്രിഡ്ജ് നിങ്ങളുടെ പേഴ്സണൽ യൂസിനുള്ളതല്ല, അത് മറ്റുള്ളവരുടെ ഡീറ്റെയിൽസും അവരുടെ ഡേറ്റയും കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ടുള്ളതല്ല എന്നതല്ല. ഇവർക്കും ഫ്രിഡ്ജിനെ പറ്റി അപ്പോൾ ഡീറ്റെയിൽസ് അറിയാമെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇവരൊരു ചാരവനിതയാണെന്ന കാര്യം അവൾക്ക് അറിയില്ല. എന്തായാലും പിന്നീട് അവളും ജങ്കുക്കും ഡേറ്റിനൊക്കെ പോകുന്ന സമയം അവിടേക്ക് എത്തി ഹാൻ അലമ്പുണ്ടാക്കുന്നു. ഇതിന്റെ ഇടയിൽ അവന്റെ ചില ഫോട്ടോസ് ആരോ ക്ലിക്ക് ചെയ്ത് വൈറലാക്കുന്നുണ്ട്. അത് ആക്ച്വലി ഹാൻ പറഞ്ഞാണ് ഇവർ അറിയുന്നത് പോലും. താൻ ഇങ്ങനെ ഒരു ഫോട്ടോയിൽ പോലും വരുന്നത് ജങ്കുക്കിന് പൊതുവെ ഇഷ്ടമല്ലല്ലോ. ആ സമയത്ത് ഇവന്റെ ചില പിക്ചേഴ്സ് ആരോ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് അത് വൈറലാവുമ്പോൾ അവൻ അത് വളരെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്ത് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതെ ഈ കാര്യം അറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തുടരെ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ജങ്കുക്കിന്റെ പേര് അതല്ലെന്നും ജേമിൻ എന്നതാണെന്നും അവൻ ഈ പേരിലേക്ക് മാറിയതാണെന്ന കാര്യങ്ങളൊക്കെ ജീസങ് മനസ്സിലാക്കുന്നത്. എന്തിനു പേര് മാറ്റി, ചുമ്മാ ഒരാൾ അങ്ങനെ പേര് മാറ്റേണ്ടതില്ലല്ലോ എന്ന സംശയത്തിൽ അവൾ ആകെ അസ്വസ്ഥയാവുന്നു. അങ്ങനെ പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത് ജങ്കുക്കിന്റെ കുട്ടിക്കാലത്ത് അവനും അമ്മയും താമസിച്ചിരുന്ന വീട്ടില് തീപിടുത്തം ഉണ്ടായെന്നും തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘത്തിനോട് തന്നെ രക്ഷപ്പെടുത്തിയ ശേഷം തന്റെ മകനും അകത്ത് പെട്ടുകിടക്കുകയാണ്, അവനെ രക്ഷപ്പെടുത്തണമെന്ന് ആ അമ്മ കരഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അതിന്റെ പേരിൽ തീ ആളിപ്പടരുന്ന ആ വീട്ടിലേക്ക് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചെന്നിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ജങ്കുക്ക് അകത്തുണ്ടായിരുന്നില്ല, അവൻ പുറത്ത് കളിക്കാൻ പോയിരിക്കായിരുന്നു, അമ്മ തെറ്റി പറഞ്ഞതാണെന്ന്. എന്തായാലും ആ ഒരു രക്ഷപ്പെടുത്താൻ പോയ ഉദ്യോഗസ്ഥൻ പിന്നീട് ജീവനോടെ മടങ്ങി വന്നില്ല. തുടർന്ന് വെറുതെ ഒരാളുടെ ജീവൻ അശ്രദ്ധ മൂലം കുരുതി കൊടുത്തു എന്ന പേരിൽ ഇവനെയും അമ്മയും ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിരുന്നു, കുത്തുവാക്കുകൾ കൊണ്ടും ഓരോ ഉപദ്രവങ്ങൾ കൊണ്ടും ഒക്കെ. അങ്ങനെ സഹിയിട്ട് ആ നാട്ടിൽ നിന്ന് ഇവർ താമസം മാറാൻ പേരും ഒക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവൻ ആ ഒരു കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്റെ ഫോട്ടോ കാണാൻ ആരെങ്കിലും കണ്ട് പഴയ താനാണതെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ ഇപ്പോഴും ടോർച്ചർ ചെയ്യുമോ എന്ന പേടി അവനുണ്ട്. കൂടാതെ ആ ഒരു അറിയാതെ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തം കണക്കാണ് അവൻ പിന്നീട് ഒരു ഫയർ ഫൈറ്ററായി മാറി അപകടത്തിലുള്ളവരെ രക്ഷിക്കാനായി തീരുമാനിച്ചതും. കാര്യങ്ങൾ അറിഞ്ഞ അവൾ അവനെ ചെന്ന് കാണാൻ നോക്കുമ്പോൾ അവനാകട്ടെ അവൾക്ക് മുഖം കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇവനും അമ്മയും അശ്രദ്ധ കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ കൊന്നു എന്ന് പറഞ്ഞില്ല, അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. സാരമായി പരിക്കേറ്റ ആ കാലത്ത് ചികിത്സയിലായിരുന്നു. പക്ഷെ ചില ആളുകൾ അയാൾ മരിച്ചു എന്ന് കരുതിയാണ് ഇവരെ ഉപദ്രവിച്ച് നാട്ടിൽ നിന്ന് ഓടിക്കാൻ നോക്കിയത്. എന്തായാലും ഇപ്പൊ ദേ പുള്ളിക്കാരനെ നേരിട്ട് കൊണ്ടുവന്ന് നിർത്തി ജങ്കുക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് അവനെ ഇപ്പോഴും കുറ്റപ്പെടുത്തി അവന്റെ ഫോട്ടോ വൈറലായ ശേഷം തിരിച്ചറിഞ്ഞ് കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ആളുകളോട് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ജോലിയാണെന്ന് ചെയ്തത്. അതിന്റെ ഇടയിൽ പരിക്കേറ്റു എന്നത് ശരിയാണ്, പക്ഷെ അതിനെ മറ്റാരും തെറ്റുകാരല്ല എന്നൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുമ്പോൾ അവന് പോലും അത് മനസ്സിന് ഭയങ്കര
സമാധാനം നൽകി. ഈ സമയത്ത് അവൾ അവന്റെ പ്രശ്നം സോൾവ് ചെയ്തെങ്കിലും അവൾക്കൊരു പ്രശ്നം വരുന്നു. അവൾ ഫ്രിഡ്ജിൽ ഘടിപ്പിച്ചിരുന്ന ചിപ്പിന്റെ സഹായത്തോടെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെന്നു എന്ന രീതിയിൽ അവൾക്കെതിരെ അവൾ ഇതിനെപ്പറ്റിയൊക്കെ സെർച്ച് ചെയ്യുന്ന ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവരുടെ നമ്പറിലേക്ക് തന്നെ ഒരാൾ അയച്ചു കൊടുക്കുന്നു. അത് കാണുന്ന ജംഗൂക്ക് ആക്ച്വലി അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. കാരണം അവൾ ഇതൊരു നല്ല ഉദ്ദേശത്തിന് ചെയ്തതാണെങ്കിലും അത് മനസ്സിലാക്കാതെ അവൻ മറ്റുള്ളവരെ തന്റെ ലൈഫിൽ കൈകടത്തി ഉപദ്രവിച്ചത് കുറെ അനുഭവിച്ചതുകൊണ്ട് അതേ കണക്കൊരു കാര്യം ഇവള് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അതിനെതിരെ അവളോട് വഴക്കുണ്ടാക്കുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്രിഡ്ജ് ഇപ്പോൾ പഴയ പോലെ അവൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല, അതിലെ ചിപ്പ് ആരോ എടുത്തുകൊണ്ട് പോയി എന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴും അവൾക്ക് അത് ആരാണെന്ന് അറിയില്ലെങ്കിലും അവളെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിലെ 2 ഉദ്യോഗസ്ഥർ വന്നു കണ്ട് അവൾ ഈ ഒരു ഫ്രിഡ്ജ് മുഖാന്തരം ചെയ്ത കാര്യങ്ങൾ തങ്ങൾക്ക് അറിയാമെന്നും പക്ഷെ തങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഈ ഫ്രിഡ്ജിലെ നഷ്ടപ്പെട്ട ചിപ്പാണെന്നും അവളെ അറിയിക്കുന്നു. കാരണം ഈ ഒരു ചിപ്പ് എടുത്തുകൊണ്ട് വരാനായി ഏജൻസി ഏൽപ്പിച്ച ആള് ഇപ്പൊ അതുമായി മുങ്ങിയിരിക്കുകയാണ് എന്നതാണ് അവരിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും താനിപ്പോ ഒരു കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ളത് കൊണ്ട് തന്നെ താനുമായി ഇപ്പോ സഹകരിക്കുന്നത് ജംഗൂക്കിനെ അപകടത്തിലാക്കിയാലോ എന്ന പേരിൽ അവൾ അവനെ അവോയ്ഡ് ചെയ്താണ് പിന്നീട് പോകുന്നത്. അവനാകട്ടെ മുന്നേ അവളോട് ഷൗട്ട് ചെയ്ത് പോയതിന് സോറി പറയാനേ വന്ന സമയത്താണ് അവൾ ഇങ്ങനെ അവനെ അവോയ്ഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ പിന്നീട് അവളുടെ താമസ സ്ഥലത്ത് എത്തുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. കേന്ദ്ര ഏജൻസി വിട്ട ആ ഒരു ലേഡി ചിപ്പ് എടുക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ ഒരു കൊളീഗ് അവൾ ഈ ഒരു ഫ്രിഡ്ജ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് നേടിയെടുക്കാനായി ശ്രമിച്ചിരുന്നു. അവരിപ്പോതെ അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി ആ ഒരു ചിപ്പിന്റെ മറ്റ് ഡീറ്റെയിൽസ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കളക്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സ്റ്റാഫ് തന്നെയാണ് ഇവള് ഈ കാര്യങ്ങളൊക്കെ നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണെങ്കിലും അത് കാണുന്ന ഒരാൾക്ക് തെറ്റായ രീതിയിൽ മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇവള് കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നേ അവളുടെ ബോയ് ഫ്രണ്ട് ആയ ജംഗൂക്കിന് പോലും അവരെ തമ്മിൽ തെറ്റിക്കാനായി അയച്ചു കൊടുത്തത്. ചിലർക്ക് ഓരോ സന്തോഷങ്ങളുണ്ടല്ലോ, ചുമ്മാ മറ്റുള്ളവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കിട്ടുന്ന ആ ഒരു സന്തോഷം ഇയാൾ അനുഭവിച്ചിരുന്നു. ഇയാൾ ഒരു ഞരമ്പ് രോഗിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ അവിടെ വെച്ച് ആ ഒരു ചിപ്പ് റിട്രീവ് ചെയ്യാനായി ഇയാൾ നോക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ആ ഒരു ലേഡി ജീസങ്ങിനെ രക്ഷിക്കാനായി അവനുമായി ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവരെ രണ്ടുപേരെയും ട്രാപ്പാക്കി ചിപ്പ് താനാണ് ഈ കാര്യങ്ങൾ ലീക്ക് ചെയ്തത് എന്ന രീതിയിൽ പുറത്ത് പോവാതിരിക്കാനായി അവിടെ തീ ഇട്ടിട്ട് പോകുന്നു. ഈ സമയം ജംഗൂക്ക് അവിടേക്ക് എത്തി ആ ഒരു തീ അണച്ച് രക്ഷപ്പെടുത്തുകയാണ് ആ ഒരു ലേഡിയെയും ജീസങ്ങിനെയും. ആക്ച്വലി ഒരു ചിപ്പ് ദുരുപയോഗം ചെയ്യാനുള്ള ശേഷി ജീസങ്ങിന് ഉണ്ടായിട്ടും അവൾ അത് ചെയ്യാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ലൈഫ് മോശമായ ഒരു രീതിയിൽ പോവാതിരിക്കാൻ വേണ്ടി മാത്രമേ ഇതുവഴി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ച് അവളുടെ ഒരു കൊളീഗാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നത് പിന്നീട് അവളുടെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ ആ ലേഡിയും അവളെ സഹായിക്കുന്നു. കാരണം ഈ ലേഡിക്ക് നന്നായി അറിയാം ഇവൾക്ക് മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് കയ്യിൽ കിട്ടിയപ്പോൾ അത് ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് സന്തോഷിക്കാനായി സാധിക്കുന്നു. പക്ഷെ പിന്നീട് അവളും ജംഗും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ആ പഴയ കമ്പനിയിലെ ജോലി അവൾ റിസൈൻ ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് ആ കേന്ദ്ര ഏജൻസിയുടെ ചാരവനിത തന്റെ പുതിയൊരു മിഷന് വേണ്ടി തന്നെ ടെക്നിക്കൽ പരമായ കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യാനായി ജീസങ്ങിനെ നിയമിക്കുന്നു. അവളും വളരെ സന്തോഷത്തോടെ തന്നെ ഇത്രയും നാള് താൻ ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തന്റെ ടെക്നിക്കൽ നോളജ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ തുടർന്ന് ചെയ്യണമെന്ന തീരുമാനത്തിൽ തന്റെ പുതിയ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.